ലേഖ എല്ലാ മേഖലയിലും സജീവമാണ്. വീട്ടിലെ കാര്യം ഭംഗിയായി നടക്കുന്നത്. ഇവിടെ വരുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അത് ഞാൻ രണ്ടാമത്തെ തവണയല്ലേ വരുന്നത്. അപ്പം എല്ലാം കൂടെ ഇങ്ങനെ ഇത്രയും മനോഹരമായിട്ട് കൊണ്ടുപോകുന്നു, ഭംഗിയായിട്ട്. അതിന് എടുത്തു പറയേണ്ടത് കുടുംബത്തിൻ്റെ പിന്തുണ തന്നെയാണ്. ജസ്റ്റിൻ എല്ലാ കാര്യത്തിനും ഒപ്പം നിൽക്കാറുണ്ട്. എഴുത്തിൻ്റെ കാര്യത്തിനും കാര്യമായിട്ട് പ്രോത്സാഹിപ്പിക്കും. എഴുതണം, അതാണ് നിനക്കുള്ളൊരു കഴിവ് എന്ന് പറയും. പക്ഷേ ഞാൻ ഇങ്ങനെയുള്ള ആർട്ട് വർക്ക്സ് ചെയ്യുമ്പം അതും പറയും, അത് നീ ചെയ്യണം. അതിനെല്ലാം ഉള്ള ഒരു സപ്പോർട്ട് തരാറുണ്ട്. കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ എന്തെങ്കിലും എഴുതുകയാണ് അല്ലെങ്കിൽ ആർട്ട് വർക്ക്സ് അതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അമ്മ അത് ചെയ്തു, ഞങ്ങൾ കാര്യങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവർ അവരുടെ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്ന അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. പിന്നെ കൂടുതലും അവർ സ്കൂളിൽ പോകുന്ന സമയത്തും കോളേജിൽ പോകുന്ന സമയത്തും ഓഫീസിൽ പോകുന്ന സമയത്തും ആ സമയം കൂടുതലായിട്ടും കണ്ടെത്തി അപ്പോഴാണ് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുന്നത് പ്രധാനമായിട്ട്. പിന്നെ എനിക്ക് നല്ല കൂട്ടുകാരുണ്ടെന്ന് തോന്നുന്നു, നിറയെ. ഞാൻ കണ്ടെടുത്തോളം ലേഖേൻ്റെ കൂട്ടുകാരെല്ലാം എനിക്ക് ഒരുപാട് പ്രത്യേകത തോന്നി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ്. എല്ലാവരും അറിയില്ല എങ്കിലും മിനുവിനെല്ലാം എനിക്ക് വലിയ ഇഷ്ടമാണ് മനസ്സുകൊണ്ട്. അപ്പം അതും ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. സെലക്ട് ചെയ്യുന്നത് അത്രയും ശ്രദ്ധിച്ചുകൊണ്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ ദിവസവും ഒരുപാട് മനുഷ്യരെ പരിചയപ്പെടുന്നുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളായി വരുന്നതെന്ന് പറയുന്നത് വളരെ ചുരുക്കം മനുഷ്യരായിരിക്കും. ഇപ്പം ഒരു 50 പേരെ പരിചയപ്പെടുന്നിടത്തു നിന്നായിരിക്കും നമ്മൾ 5 പേരെ നമുക്ക് സ്വന്തം എന്ന് പറയുന്നത് കിട്ടുന്നത്. അത് പെട്ടെന്ന് ഉണ്ടാവുന്നതല്ല, അത് ഗ്രാജ്വലി ഉണ്ടാവുന്നതാണ്. നമുക്ക് എങ്ങനെ ഒരാളെ വിശ്വസിക്കാം, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അവരോട് പറയാം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ബോധ്യങ്ങൾ അവർ നമുക്ക് ഇങ്ങോട്ട് തരുന്നതാണ്. അതിൽ നിന്നാണ് നമുക്ക് അത്രയും ചേർത്ത് പിടിക്കാവുന്ന സൗഹൃദങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പം മിനുവിൻ്റെ കാര്യം എടുത്തു പറഞ്ഞു. ഞങ്ങൾക്കെല്ലാം തമ്മിൽ അതിനിടയ്ക്കുള്ള ഒരു മറ്റ് ഫോർമാലിറ്റീസ് മറ്റ് കാര്യങ്ങൾ ഒന്നുമില്ല. മറ്റൊരു സുഹൃത്തിനോട് സംസാരിച്ചാൽ അല്ലെ അവരെ പോയി കണ്ടാൽ ഉള്ളിലൊരു അസ്വസ്ഥത അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നില്ല. നിനക്ക് നിൻ്റെ സ്വാതന്ത്ര്യം, എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആ ഒരു സ്വാതന്ത്ര്യം സുഹൃത്തുക്കൾക്കിടയ്ക്ക് എപ്പോഴും ഉള്ളത് കൊണ്ട് തന്നെ ഇവരെല്ലാം വർഷങ്ങളായിട്ട് ഒരു 10 വർഷത്തോളമായി ഞങ്ങൾ സുഹൃത്തുക്കളായിട്ട് ഇവരെല്ലാവരും അത്രത്തോളം വർഷങ്ങളായിട്ട് കൂട്ടുകാരായിട്ടുള്ളവരാണ്. അല്ല, നമ്മളൊരു സന്തോഷം ഏറ്റവും കൂടുതൽ നമുക്കൊരു സന്തോഷം വരുമ്പം ദുഃഖം വരുമ്പോൾ സങ്കടം വരുമ്പോൾ ഏറ്റവും വിശ്വസിച്ച് പറയാൻ പറ്റുന്ന ഒരു സുഹൃത്ത് ഒറ്റ ഒന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ജീവിതം വിജയിച്ചു എന്നാണ് പറയാം. സത്യമാണ്. അങ്ങനെ ഒരാളെങ്കിലും കണ്ടെത്തിയാൽ അതൊരു ഭാഗ്യമാണ്. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെയുണ്ട്. അത് ആദ്യം പറയുന്നത് ജസ്റ്റിൻ തന്നെയാണ്. പിന്നെ മിനുവുണ്ട്, മീനുണ്ട്, നെജുണ്ട്, ലീമയുണ്ട്, എല്ലാവരും ഉണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമാണ്. അപ്പൊ ഓരോരുത്തരും പറയുമ്പോ എനിക്ക് അവരുടെ പേര് പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു പരിഭവം തോന്നുന്നുണ്ട്. കുഴപ്പമില്ല. പക്ഷെ എനിക്ക് മിനുവിനെ ഒന്ന് എടുത്തു പറയണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ്. ലേഖയുടെ എന്തെങ്കിലും ഒരു ഫോട്ടോസ് ഗ്രൂപ്പിൽ കാണുമ്പോ മിനു ഉണ്ടാവും ഉറപ്പാണ് എനിക്ക്. എവിടെയെങ്കിലും ഉണ്ടാവും. മിനു പോസ്റ്റ് ചെയ്തതില് ആ ലേഖന്റെ മുഖം ഉണ്ടാവും. അല്ലെങ്കിൽ അതൊരു വലിയൊരു കുറവ് തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നത് മിനുവിന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കൂടുതൽ എന്റെ പോസ്റ്റുകളും എന്റെ ഫോട്ടോസും ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അതൊക്കെ ബ്ലെസ്സിങ്സ് തന്നെയാണ്. സത്യം. പരിചയപ്പെടുന്നതിനകത്ത് അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. നമ്മുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നമ്മളോട് വളരെ സ്നേഹത്തോടെ ഇടപെട്ടുകൊണ്ട് നമുക്കെതിരെ പറയുന്ന മുഖങ്ങളും തീർച്ചയായിട്ടും ഉണ്ട്. അതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. ഇപ്പൊ 1 മണിക്കൂർ കൊണ്ട് ഒരാളെ വിലയിരുത്തിയിട്ട് ഒന്നും പറ്റില്ല. അടിപൊളിയാണ് സംഭവമാണെന്ന് പറഞ്ഞ് 1 മണിക്കൂർ കൊണ്ടൊന്നല്ല, വർഷങ്ങൾ എടുത്താൽ പോലും മനസ്സിലാവത്തില്ല. അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. പക്ഷെ അത് ഈ കാലാകാലങ്ങൾക്ക് കഴിയുമ്പോഴത്തേക്ക് അവരുടെ യഥാർത്ഥ മുഖം മുൻപിൽ വരികയും നമുക്ക് അവരെ ഒഴിവാക്കി പോകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പം അതിന്റെ അനുസരിച്ച് നീങ്ങുക എന്നുള്ളതേ ഉള്ളൂ. അതിൽ നമ്മൾ സങ്കടപ്പെടാനൊന്നുമില്ല. അവരുടെ യഥാർത്ഥ നിറം കാണിച്ചു, നമ്മളതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നമ്മൾ റോഡിലൂടെ നടക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു മുള്ള് കണ്ടാലോ ഒരു കുഴി കണ്ടാലോ മാറി നടക്കണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അപ്പൊ എന്നും നടന്ന വഴിയിൽ തന്നെ ആയിരിക്കും ഇതുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? മാറി നടക്കുന്നു. അത്രേ ഉള്ളൂ സൗഹൃദങ്ങളിൽ സൂക്ഷിക്കേണ്ടത്. നമ്മളെ ചെറിയ ഒരു യാത്രയില് ഒരു ട്രെയിൻ ഇറങ്ങാൻ പോകുന്നത്, ഇപ്പൊ എറണാകുളത്ത് നിന്ന് കയറി പയ്യന്നൂർ സ്റ്റേഷനിൽ ഇറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടായിരിക്കണം. അങ്ങനെ എനിക്ക് അനുഭവം ഉണ്ട്. ആയിരിക്കണം എന്നല്ല, ആയിരുന്നു 1-2 സുഹൃത്തുക്കൾ ആദ്യമായിട്ട്. അതായത് അവരെ പിന്നീട് കണ്ടില്ലെങ്കിൽ നമ്മളെ ലൈഫിലൊരു നഷ്ടമായി തീർന്നേനെന്ന് തോന്നിക്കത്തക്ക വിധം അത് നമുക്ക് വിധിച്ചതാണ് ആ ഒരു കൂട്ടുകാരി. അപ്പൊ അവര് ഇപ്പൊ എനിക്ക് എറണാകുളത്തെ ഇല്ലൊരു ജ്യോതി ഉണ്ട്. ജ്യോതി ട്രെയിനിന്ന് പരിചയപ്പെടുന്ന ജ്യോതി ചേച്ചി. അപ്പം ആ ഒരു ഇറങ്ങാനാകുമ്പോ നമ്മളൊന്ന്
സംസാരിക്കുന്ന അന്യോന്യം ഒന്ന് നമ്പർ കൈമാറുന്നത്. എന്തോ തോന്നി, അവർക്ക് തോന്നി എനിക്ക് ഇവള് നല്ലൊരു കൂട്ടായിരിക്കും അന്യോന്യം തോന്നി. പക്ഷെ ഇന്നും നമ്മളൊരു ചേച്ചി അനിയത്തിയെ പോലെ കൊണ്ടുപോകുന്നുണ്ട്. അത്രയും അതൊക്കെ ഒരു കൊണ്ടുപോകുന്നുണ്ട്. അത് എനിക്ക് പരശുരാമ ബന്ധങ്ങൾ എന്ന് പറയുന്നത് നന്ദിയാണ്. അതെ, ബന്ധങ്ങൾ എന്ന് പറയുന്ന ഒരു ബ്ലെസ്സിങ് അതെ, തന്നെയാണ്. അതാണ്. അത് ഏത് ബന്ധമാണെങ്കിലും കേട്ടോ, സൗഹൃദങ്ങൾ മാത്രമല്ല, ഭാര്യാഭർത്തൃ ബന്ധമാണെങ്കിലും നമുക്ക് വന്നു ചേരുന്ന രക്തബന്ധങ്ങളാണെങ്കിലും എനിക്ക് തോന്നുന്നു എല്ലാം ഒരു ഭാഗ്യമാണ്. രക്തബന്ധങ്ങൾക്കകത്ത് തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം ഭംഗിയായിട്ട് സ്നേഹത്തോടു കൂടിയും പോകുന്നു എന്ന് പറയുന്നിടത്ത് അതൊരു ഭാഗ്യമാണ്. അത്രേ ഉള്ളൂ. അതിനെ അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അത് നിലനിർത്തിക്കൊണ്ടുപോലെ നമ്മളുടെ തീർച്ചയായിട്ടും ഉത്തരവാദിത്വം എന്ന് പറയാം. എന്താ വെച്ചാൽ നല്ല ബന്ധങ്ങൾ തകർത്ത് കളയൽ എളുപ്പമാണ്, പക്ഷെ പിന്നീട് ഖേദിക്കരുത്. അതെ 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 തീർച്ചയായും. ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ വേണ്ടാന്ന് പറയലോ പിന്നീട് അയ്യോ അവര് ചിന്തിച്ച് നോക്കാൻ അവരെ ഇപ്പം നമ്മൾ ഒഴിവാക്കി പോകുന്ന ഒരാൾ, അല്ലെങ്കിൽ അവര് ഒരു പ്രധാനപ്പെട്ട ഒരാളെ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു നിസ്സാരമായ കാര്യത്തിൽ പിന്നീട് നമ്മൾ പിന്നെ ചിന്തിക്കും, പല അനുഭവത്തിൽ നിന്നും ചിന്തിക്കും പല ആൾക്കാർ. അപ്പോഴാണ് നമുക്ക് പറ്റിയ നഷ്ടം, അല്ലെങ്കിൽ അവരതുപോലെ നമ്മളെ നഷ്ടപ്പെട്ട് അതിൽ ഖേദിക്കും ഒരുപാടുണ്ട്. പക്ഷെ അപ്പോഴത്തേക്ക് സമയം വൈകിട്ടുണ്ടാവും. അതെ 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 പിന്നെ യോജിക്കാൻ പ്രയാസമാണ്. ജീവിതമാണ് ഇതെല്ലാം, ഏറ്റക്കുറച്ചിലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഓളങ്ങൾ വന്നുകൊണ്ടിരിക്കും, വലുതും ചെറുതുമായിട്ടുള്ള ഒരു ഇതിൽ കൂടെ നമ്മളിങ്ങനെ പോകാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണ്. ഓരോരുത്തരുടെയും സാഹചര്യങ്ങള് പലതായിരിക്കും, സ്വഭാവങ്ങൾ പലതായിരിക്കും, നമ്മൾ ഗ്രാജുവലി മനസ്സിലാക്കുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. ഇതിൽ കൂടെ എല്ലാം നമ്മൾ പറഞ്ഞില്ലേ, അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നത് പോലെയാണ് നമുക്ക് വന്നു ചേരുന്ന സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ കുറെയൊക്കെ വലിയ തരികളൊക്കെ ചിലപ്പം അടിഞ്ഞു വന്ന് അതാണ് നമുക്ക് നല്ല ഉതകുന്നതായിട്ട് വരുന്നത്, ബാക്കിയൊക്കെ അങ്ങ് പോവും. അങ്ങനെയാണ്. പിന്നെ കുറച്ച് സുഹൃത്തുക്കള് അകലത്തിൽ നിൽക്കുന്ന നല്ല സുഹൃത്തുക്കളുണ്ട്, കൂടുതൽ അടുപ്പമില്ലാതെ അകലത്തിൽ നിൽക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അവരോട് നമുക്ക് എന്ത് കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹായത്തിനാവട്ടെ എന്ത് കാര്യത്തിനായിട്ടും അവർ ചെയ്തു തരുന്ന മനുഷ്യരുണ്ട്. അവർ ചെയ്തു തരുന്ന മനുഷ്യരുണ്ട് എന്ന് വെച്ചാൽ അവരുമായിട്ട് ഒന്നും കാണുന്നുണ്ടായിരിക്കത്തില്ല, നമ്മുടെ എല്ലാ പ്രൈവറ്റ് കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ടായിരിക്കത്തില്ല, പക്ഷെ അവരും നമുക്കൊപ്പം ഉണ്ട് എന്ന് ചിന്തിച്ചു പോകുന്ന ഒരുപാട് മനുഷ്യരും ഇല്ലേ നമുക്കിടയ്ക്ക്. അതെ, നീ ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ അത് ചോദിക്കുന്ന വല്ലപ്പോഴും ആയിരിക്കും. അത് ഓക്കെ അല്ല, എനിക്ക് കുറച്ച് മാനസിക പ്രശ്നമുണ്ട് പറഞ്ഞാൽ തീർച്ചയായും അവര് അതിന് പരിഹാരം മനുഷ്യരുണ്ട്. അവര് എന്താണ് അതിലോട്ട് പിന്നെ നമ്മുടെ എന്താണ് പ്രശ്നം, എന്താണ് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ, അത്ര അങ്ങനെയുള്ള കുറച്ച് സുഹൃത്തുക്കളും മതി. മതി 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 അത് മതി അത് മതി. അതൊരു സന്തോഷമാണ് അങ്ങനെയുള്ളത്.